കാസർഗോഡ് വെക്ക് എല്ലാവരും ഇതിനാണ് 2024 സെപ്റ്റംബർ 16 ഏകദേശം ടൈം ഏകദേശം എല്ലാവരും ഉണ്ട്. ക്യാമറ ക്ലിയർ അല്ല, ഇത് സെറ്റ് ഗേൾസ് കണ്ടില്ല, എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഗേൾസ് ഉണ്ട് ഇവിടെ. ഗഫൂർ, ടാബ്സി, കൊച്ചുമ്പേട ടാബ്സി, കുറച്ച് ഹിന്ദിക്കാരെല്ലാം ഉണ്ട് അടുത്ത. റമീഷിനെ എറണാകുളത്ത് നിന്ന് എത്തുന്ന പണ്ടെടുത്ത് തന്നെ ഇതിനെ ആശ്വസിതാക്കാൻ. ഇതാണ് ഒറ്റ മിസ്സായി. രണ്ടാമത് നീന്തി കുടുക്കി പക്കടേ നിങ്ങൾക്ക് ദാഹിക്കുന്നു, രമേശ് പറയൂ, നിങ്ങൾക്ക് ദാഹിക്കുന്നു. ബെറ്റക കിട്ടിച്ചാലോ നമ്മക്കില്ല. കിട്ടി കിട്ടി കിട്ടി. ആരിപ്പോ ഒരു മിനിറ്റ് എൻ്റെ വീഡിയോ എടുത്താരിപ്പോ ഞാൻ നടക്കുന്നത്. നീ ഒറ്റയ്ക്ക് നടക്കണേ, ശമണിച്ചാണ് കയ്യെല്ലാം പിടിച്ചിട്ട് എടുക്ക്. ഓരോ കഷ്ട അത് എന്നെ മനസ്സിലാക്കണോ? 100 മനസ്സിലാക്കണ്ട. മനസ്സിലാക്കാരിപ്പോ നമ്മക്ക് പുതിയ പേജ് തന്നെ തുടങ്ങാം. സബ്സ്ക്രൈബ്. ചാനലിന്റെ പേരെന്താ? ചാനലൊന്നല്ല, വീഡിയോ. എന്നിന്റെ തട്ടിക്കൊണ്ട ബ്ലോഗ് നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രകൃതിയെ നശിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. എന്നെ പോലത്തുള്ള പ്രകൃതി വിരോധികളാണ്. പൈസ കമ്പനി എടുക്കും അതിലുണ്ട് പഞ്ചാര ഇട്ടില്ല. നല്ല മതി. ചമ്മൂന്നുണ്ടാ മതി എല്ലാവരും. വലിയ ചാക്ക് കൊടുത്തിട്ട് വന്നതാണ്.
ചക്കോസ്റ്റൊന്നും കണ്ടിട്ട് വരുന്നുള്ള പോയി ഇവിടെ 4-5 പോകുന്നുണ്ട്. അസർബുച്ച, തമ്പി, BH, സുഹേല്, പിന്നെ ഫാറുച്ച. ഇവിടെ പിന്നെ നമ്മളെ കലാകാരനും കൊറ്റുമ്പയുടെ അഭിമാനമായ ഗഫൂർ. അമ്മി ബൈക്ക് കൊണ്ടുവരുന്നുണ്ട്. കണ്ട റസൂലിന്റെ മീനാദിന്റെ മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരി മാറി ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരിത്തു ആദിനാമിനെ മുത്തായ റസൂലിന്റെ മീനാദിന്റെ മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരി മാറി ചന്ദ്രനെ കണ്ട് മായത്തിൽ പുഞ്ചിരിത്തൂകി മാദിനാമിനെ പുല്ലുഷാറില്ലയാങ്കുളിൽ പോയിച്ചു കൂടിയ രാവാണ്. അൽഫിള്ളയിലുൾക്കതിന്മേലെ പുണ്യമുള്ളൊരു ദിനമാണ്. ആമിനെ ഉമ്മ റഹ്മത്തിറ്റം പെയ്തിറങ്ങിയ ദിനമാണ്. ലോകർക്കെങ്ങും റഹ്മത്തായ മുത്തിൻ പെഴുതി എന്നാണ്. മുത്തായ റസൂലിന്റെ മീനാദിന്റെ മുഹിബിൻ മനസ്സാകെ ആനന്ദം കൊണ്ട് മാനത്തിൻ വീരി മാറി ചന്ദ്രനെ കണ്ട് മായത്തിൽ പുന്തിരി തൂകി മാദീനാമിനെ. അസ്സലാമു അലൈക്കും. Next down test number 511 511. മലരു പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം ഇരുളിലായിട്ട് ഇന്ന ചാരു ചന്ദ്രവസന്തം കുളിരണിഞ്ഞ മാരുതമാനന്ദം. മലര് പെയ്ത പോലെ മരുഭൂവിലെന്തു ഗന്ധം പുലരി കേലു നീക മദീനയെന്തു ചിന്തകൾ വരണം ചന്ദ്ര. ഈ കുന്തടിഞ്ഞറായിപ്പ അപ്പിയാണ്. അപ്പിൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ. ടൈം ഏകദേശം 9:41. ജീവിതമല്ല കണ്ട ഫുള്ള് ജിമ്മായിട്ട് വരുന്നുണ്ട്. നല്ല പ്രോട്ടീനെല്ലാം അടിച്ചിട്ട് വന്നേന്. അപ്പിൻ്റെ പ്രസംഗം ഇപ്പം തുടങ്ങുമോ? ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ആരുടെ കഥയാണെന്ന് അറിയാമോ? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വഴിയിലെ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം സഹാബികൾ വരുന്നു. അവർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു കളിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു കളിയാക്കി. ആ കൂട്ടത്തിൽ നിന്ന് ചിലവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദേഹത്തേക്ക് കല്ലെടുത്തെറിയാൻ തുടങ്ങി. പാവം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലിൽ നിന്ന് ചോര വീഴാൻ തുടങ്ങി. അത് കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, പൊന്നാര നബിയെ, ഈ കാണുന്ന പർവ്വതങ്ങൾ അവരുടെ മുകളിൽ ഞാൻ കമത്തട്ടെയോ? അപ്പോൾ നബിയുടെ മറുപടി എന്താണെന്നറിയാമോ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. എന്തൊരു സൽസ്വഭാവം! സുഹൃതരം ലഭിക്കതിലൊരു വിട്ട പൊരുളാണ് കരുത്തരുണ്ട്. കാതത്താടി പുതിലങ്ങി മറിഞ്ഞിടും കരുത്തരുണ്ട്. കഥ കൊഞ്ചമാറി വീലെ കോളല് കൊഞ്ചും സൂലേഹോത്തൻ. കാതത്താടി പുതിലങ്ങി മറിഞ്ഞിടും കരുത്തരുണ്ട്. കാതത്താടി മുഞ്ചൊതിലങ്ങി മറിഞ്ഞിടും കരുത്തരുണ്ട്. കരുത്തറ്റ കസവോളി കസവോളി തിളങ്ങിടും കുതിരത്തിനാടും തേളിന്താടും अभिजान दौलत करतुम सुनहरी हलियो को मेरे चुमता है. ऐसी हसरी हो भी ऐसी हसरी हो दर मुस्तफा मरे कभी ऐसी हसरी हो. अस्सलाम वालेकुम. ജീതുവിന്റെ പാട്ടായി ഗൈസ്. സീനിയർ വിദ്യാർത്ഥികളുടെ ഉറുദു ഗാനം കയ്യൊന്നു ശമനം
തുടിക്കുന്ന സമതോങ്ങിക്കിടയോഗി ഓ അജ്മീർ അജ്മീർ വലി മഷ്ഹൂരേ അജ്മിന്റെ അജ്ബൊളി താജരേ അജ്മീർ വലി മഷ്ഹൂരേ അജ്മിന്റെ അജ്ബൊളി താജരേ യാ ഹാജാ യാ ഹാജാ അല്ല ലാസ്റ്റ് 30 പേരുണ്ട് ഇവിടുത്തെ കൂടി പോയി അപ്പൊ ഈ ബാക്കിയുള്ള 29 പേർക്കാരായിട്ട് ഞാൻ ബാക്കിയെല്ലാം ഈശ്വരര് പിരിന്നുണ്ട് ഞാൻ നീ ആരോട് മാത്രം അടിച്ച് ചോദിക്കാറില്ല ഞാൻ ചോദിക്കട്ടെ 30 വരെ 40 വരെ അങ്ങനെ വരാൻ വേണല്ലോ 700 ഞാൻ നിന്നോട് അന്നും പറഞ്ഞില്ലേ അന്റെ ഫോൺ കൊടുക്കാൻ ഗൈസ് ഇന്ന് 2024 സെപ്റ്റംബർ 19 ഏകദേശം ടൈം 8:03 ആയിട്ടുണ്ട്. നമുക്ക് കണ്ടില്ലേ ഇപ്പോൾ നമ്മളെവിടെയാണ് ഇപ്പോൾ നമ്മളെ പടിയെടുക്കുന്നത് ബസ്സിൽ കയറി ലാസ്റ്റ് ബസ് സ്റ്റേറ്റ് ബസ്സിൽ ലാസ്റ്റ് കയറി നമ്മളിങ്ങനെ പോകുന്നുണ്ട്. കോഴിക്കോട് നമ്മൾ ചൊവ്വാഴ്ച പ്ലാൻ ചെയ്തായിരുന്നു നബിദിനത്തിൻ്റെ പിറ്റേന്ന്. അപ്പം ചമ്മാസ് പറഞ്ഞ് ബുധനാഴ്ച പോവാണ്. ബുധനാഴ്ച സമ്മാസിന് ഒത്തില്ല, അതിനോട് വ്യാഴാഴ്ച പോകാമെന്ന് പറഞ്ഞ് ഇന്ന് സമ്മാസം നാളെ പോകാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറേ കെഞ്ചി പറഞ്ഞ് സമ്മാസിന് ഒത്തിരി വന്നിരിക്കുകയാണ്. നമ്മൾ ഓടിയാണ് വന്നത് ബസ്സൊന്ന്. അവിടെ നിന്ന് ഇന്ന് BH പോകുന്നത് BH കുറേ എന്നോട് വിളിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട്. അവിടെ എത്തിയ സമ്മാസം ചമ്മോ സമ്മാസം അടിയില്ല ഡബ്സര് ഞാനിവിടെ അങ്ങനെ ബസ്സിൽ പോകുന്നുണ്ട്. അവിടേക്ക് കാസർഗോഡ് കഴിഞ്ഞിട്ട് ദൂരം പോകാനുണ്ട്. സെപ്റ്റംബർ 20 ഏകദേശം 2:56 ആയിട്ടുണ്ട്. രാത്രി 16 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി ഫസ്റ്റ് ടൈമാണ്. എൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ആണ്. അഫ്സലിന് ഫസ്റ്റത്തെ, സമ്മാസിൻ്റെ ഫസ്റ്റത്തെ അല്ല, ഷാദുവിൻ്റെ ഫസ്റ്റത്തെയാണ് തോന്നുന്നുണ്ട്. കണ്ട നമ്മളിപ്പോൾ എന്താ ലോക്കലിൽ കയറേണ്ടത് സ്ലീപ്പറിൽ കയറിയിട്ടിരുന്നത്. ഞാനിങ്ങനെ നമുക്ക് ബോധമില്ലാതെ ഇങ്ങനെ കയറി. എൻ്റെ അയാൾ ചൊല്ലി അടുത്ത സ്റ്റേഷനിൽ അതിലേക്ക് നമുക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്ത മറ്റേ ചൊല്ലി 300 ഫൈൻ അടിക്കുന്നല്ല ചൊല്ലി നമുക്ക് പേടിച്ചിട്ടുണ്ടായി. അതിൻ്റെ 300 അല്ല പോകുന്നത്. അതിൻ്റെ പിന്നെ വന്നിട്ട് എന്താക്കിയെന്നറിയോ അടുത്ത സ്റ്റേഷനിൽ അപ്പുറത്തേക്ക് പോകണമല്ലേ. അപ്പോൾ അത് കഥ എൻ്റെ സമ്മാസമുണ്ട്. ഞാനുണ്ട് കണ്ട ഞാൻ ആദ്യം ട്രെയിനിൻ്റെ സൈഡിൽ ഇരിക്കുന്നത് കണ്ട ഫസ്റ്റ് ടൈം ട്രെയിൻ അഫ്സല ഇവിടെ ഒന്ന് പാങ്ങ് നോക്കറല്ലോ. ഇത് ബീച്ചിൻ്റെ കാര്യമല്ല, ഇത് അതന്നെയാ ഇത് പാങ്ങണ്ടാ കേട്ടോ അമ്മാതിരി വൈപ്പ് കേസ്. 2024 സെപ്റ്റംബർ 20 9:53 ഞാൻ അഫ്സൽ അവിടെ ഹോട്ടലിൽ ഒരു മസാല ദോശ തിന്നിട്ടുണ്ടായിരുന്നു. അവിടെ പൈസ ഒരു 5 സ്റ്റാർ ഹോട്ടലിലും ആടെ തിന്നതിന് എത്ര റുപ്യെന്നറിയാം? 420 ഉറുപ്പ്യ. അപ്പോൾ എന്താക്കണം 420 ഉറുപ്പ്യൻ്റെ ഇത് ബട്ടിന് കയറുന്നു പോകാൻ 420 ഉറുപ്പ്യൻ്റെ മസാല ദോശ. ഒരാൾക്ക് 150 ഉറുപ്പ്യ മസാല ദോശക്ക് ഒരു വടക്കും ചായ മേങ്ങി 500 ഉറുപ്പ്യ. ഇപ്പം ഞാൻ അഫ്സൽ ഷാദ് വീടുമാണ്ടായിട്ടാണ് പോയിക്കോളെ. മോനെ തണുപ്പ് എങ്ങനെ പുറത്ത് ചെയ്യല അങ്ങനത്തെ തണുപ്പ് കണ്ട. ആദ്യമായിട്ടാണ് ഞാൻ ലുലു മാളിലൊക്കെ ആയിരുന്നത്. ഞാനിവിടെ അഫ്സലാൻ്റെ എൻ്റെ ഫസ്റ്റ് ടൈമാണ് അത് ലുലു മാളിലൊക്കെ ആയിരുന്നത്. എല്ലാം ഒന്ന് ചുറ്റി കാണാനാണ് പ്ലാന്. ഇത് മട്ടായും
പൈസ അല്ല കേസ് 2024 സെപ്റ്റംബർ 20 ടൈം എത്ര ടൈം ഏകദേശം 12:27 ആയിട്ടുണ്ട് അല്ല 12:57 ആയിട്ടുണ്ട് നിൽക്ക് കേസ് നമ്മളിതാ നിൽക്ക് അഫ്സർക്ക് നേരെ കാണിക്കുക പൈസ മാങ്കോ റംബൂട്ടാനില്ല 8 റംബൂട്ടാൻ ഇത് മേങ്ങി അതിന് പൈസ കൊടുക്കാതെ വന്നു പിന്നെ ഒരു ടോണക്സ് എടുത്തിട്ട് മാത്രം ബില്ലടിച്ച് അതെന്താക്കി ഒരു പിടിച്ചു കൊച്ചു എന്നിട്ട് ഫസ്റ്റ് ഫോൺ മേങ്ങി നേരെ പിടിക്കുന്ന എന്നെ കാണും അതിൽ നേരെ എന്നെ കാണുന്നത് ഫസ്റ്റ് ഫോൺ മേങ്ങി എന്നിട്ട് കുഞ്ചി പിടിച്ചിട്ട് ഇയാളെ മെയിനോ പോയിട്ടില്ല പിന്നെ കുറെ പേടിപ്പിച്ചില്ല ഉപ്പാൻ്റെ സ്വത്താന്നല്ലേ കേട്ടിട്ടുണ്ട് ഉപ്പാക്കെല്ലാം വിളിക്കണം നമ്പർ പിന്നെ അവിടെ നമ്മളെ പേര് അഡ്രസ്സ് എല്ലാം എഴുതി പിന്നെ 500 രൂപ ഫൈൻ അടിച്ച് പിന്നെ ഈ പൈസ വേറെ അടിച്ചിന് പിന്നെ 500 രൂപ ഫൈനായിട്ട് വേറെ അടിച്ചിന് ഇതാണ് കേസ് കോഴിക്കോട് വന്നതിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവം ഇതാണ് ബോട്ട് കാണാത്തതിൻ്റെ പരാതിയൊന്നും വന്നിട്ടുണ്ടോ ബീച്ചിൽ കണ്ടമാനം ആൾക്കാരാണ് കേട്ടോ കണ്ടില്ല ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇഷ്ടംപോലെ പട്ടങ്ങളൊക്കെ അതവിടെ കെഞ്ഞിട്ടുള്ള മറ്റു പട്ടം കണ്ടില്ല കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല നേരത്തെ ഉണ്ട് അവർ പട്ടാർന്ന് ചുറ്റിക്കളിക്കുന്നത് അഫ്സലുണ്ട് സാധുണ്ട് സമാസുണ്ട് സമാസ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നെ ഇടയിൽ ഇഷ്ടംപോലെ ആൾ കുറേ പട്ടമൊക്കെയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പട്ടം പറത്തുന്നത് നമ്മളെ രണ്ടാമത്തെ നൂല് അടുത്ത നൂല് വാങ്ങാൻ ചാതു പോയി എല്ലാവരുടെ പട്ടം ഇത്ര എത്തുന്നത് നമ്മളത് കണ്ട 2 നൂലിട്ട് അടുക്കെത്തിയ മൂന്നാമത്തെ നാലാമത്തെ 4 നൂലിട്ടിട്ടില്ല അങ്ങ ടവറിൻ്റെ അതിലേക്ക് എത്തിക്കാൻ നോക്കുന്നുണ്ട് ഞങ്ങളെ ലക്ഷ്യം അതാണ് നമ്മളെ കോഴിക്കോട് വൈബാട്ടോ എല്ലാം വേണ്ടിയാണ് ഗൈസ് 2024 സെപ്റ്റംബർ എത്ര ഡേറ്റ് 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 എത്ര ഡേറ്റ് എത്രയല്ലേ 25 ഇന്ന് 26 അപ്പോൾ ഇന്ന് ആ സ്കൂളൊക്കെ അല്ലേ പോയിട്ട് വന്ന് കേസ് ഇത്ത മന്തിയാക്കുന്നിട്ട് ഇന്ന് ഇവാൻ്റെ അറബി മാസ്റ്ററിൽ ഇവാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അതുകൊണ്ട് ഇത്ത മന്തിയാക്കി വെച്ചിട്ടുണ്ട് ഉച്ച വന്നിട്ട ഉപ്പ പള്ളിയിലുണ്ട് ഇന്ന് വ്യാഴാഴ്ചയാണ് ഉമ്മ അവിടെ ഉണ്ട് ഇവാൻ ഉറങ്ങുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മയുടെ ഭാഗത്ത് വെള്ളം ഹലോ കേസ് 2024 ഒക്ടോബർ 5 5:58 ടൈം പിന്നെ കുറേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ സ്പോർട്സിൻ്റെ കഥയില്ല അല്ലേ സ്പോർട്സിൻ്റെ കഥയിലേക്ക് തുടങ്ങാം നമ്മുടെ ഷട്ടിലല്ല കളിക്കാടെ അമ്മിച്ചാൻ്റെ അവിടെ അല്ല സിദ്ധിച്ചാൻ്റെ ഷട്ടിൽ സ്പോർട്സിൻ്റെ കഥയില്ലെങ്കിൽ ഫസ്റ്റ് തന്ന് ഞാനും ചാതും പോയി വരുന്ന സ്പോർട്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ 2 ദിവസം സ്പോർട്സ് ഉണ്ടല്ലേ മഴ അങ്ങ് മാറ്റി വെക്കുന്നല്ലേ അങ്ങനെ തിങ്കളാഴ്ച അല്ല വ്യാഴാഴ്ച വെള്ളിയാഴ്ച എന്തായി സ്പോർട്സ് ഉണ്ടായിട്ട് 6 മണിക്ക് എണിച്ചിട്ട് ഒരു മാറ്റി മഴ ഉണ്ടായെങ്കിൽ ഉണ്ടാവില്ല എന്തായി കാലത്ത് 6 മണിക്കൊന്നും സ്പോർട്സ് ഇല്ല അന്ന് ലൈനിലൂടെ അതിൻ്റെ പിറ്റാണ് അതെല്ലാം മാഞ്ഞിട്ട് പോയി ലൈനിലൂടെ മാറ്റി പോയി ലൈനിലൂടെ മാറ്റി പോയിട്ട് അതിൻ്റെ പിറ്റേന്ന് അതിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച എന്തായിട്ട് ഉണ്ടാവുന്നില്ലേ അപ്പോൾ പ്രഖ്യാപിക്കാനായിട്ട് എന്തായി എന്ന് പ്രഖ്യാപിച്ചു ഫസ്റ്റത്തൊന്ന് പോയി അങ്ങനെ തിങ്കളാഴ്ച ഫസ്റ്റത് മാധവനിൽ പോയില്ല പടിതെടുക്ക് നടക്കലാണ് മാധവനിൽ പോയി മാധവനിൽ പോയിട്ട് എന്ത് ഒരുമാതിരി മറ്റേത് അയാൾ പൈസ എല്ലാം കൊടുത്ത് മറ്റേ അയാൾക്ക് കഴിഞ്ഞു അവിടെ ഒരു ഫസ്റ്റത്തൊന്നും ഒരു ബസ് വൈബില്ല തീട്ട വെറും വൈബില്ല അല്ലെങ്കിൽ 4 സ്പോർട്സ് ആരും അങ്ങനെ വന്നിട്ടുമില്ല പിന്നെ രണ്ടാമത്തെ ദിവസം മുസലാണെന്ന് മാധവനിൽ തന്നെ പോയി രണ്ടാം ദിവസം ഫസ്റ്റ് ഒന്നും വേണ്ടായിട്ട് അപ്പുറിൻ്റെ ഓറെല്ലാം മറ്റുണ്ടായി അപ്പം ഒരു ചമ്പളക്ക് അപ്പുറിൻ്റെ ഓർമ്മ അപ്പുറം അയാസ് ഓറെല്ലാം ചമ്മന് പോയി പിന്നെ ജൂറി കുറേ ജൂറി നമ്മളെ എടുക്കുപോയി നമ്മളെ ജൂറി 13 അടിച്ചു ഞാൻ 13 അല്ല എത്തോ 12 എടുത്തു ഞാൻ ഓൻ്റെ ഇപ്പോൾ 6 എന്താ സീനു കൊടുത്തു കൂടുതൽ ഞാൻ കൊടുത്തു 9,000 രൂപ ഓന് 12,000 29,000 രൂപ എന്തായി വേറെ ഫോൺ എടുത്ത് എന്നിട്ട് അന്ന് കൊണ്ടായിട്ട് കുറേ ഫോട്ടോ എടുത്ത് നമ്മളത് ഓർത്ത് എല്ലാതും കുറച്ചിട്ട് ആണുങ്ങളത് പെണ്ണുങ്ങളെടുത്ത് പെണ്ണുങ്ങളുടെ ആണുങ്ങളെടുത്ത് കുറച്ച് ഫോട്ടോയിലെടുത്ത് നമ്മളെ സ്കൂളിൻ്റെ അടുത്ത് എനിക്ക് എന്തോ കണ്ണോണായി അങ്ങനെ ഓണലായി പിന്നെ ബിഡി എന്തായി ഫസ്റ്റ് തന്ന് ലാസ്റ്റ് 2 ബിഡി ഒട്ടിച്ചു ഞാൻ ഭയങ്കര കേസല്ല കേസല്ല ഇന്ന് പൊട്ടിക്കണ്ട നാളെ പൊട്ടി സ്പോർട്സ് ഇല്ലാതെ ഫസ്റ്റ് തന്നു രണ്ടാമത്തെ ദിവസം ബാനറെല്ലാം കൊണ്ടിട്ട് ഒരു അവിടെ കത്തുണ്ടായി ബാനർ ഫസ്റ്റത്തെ അവിടെ ലൈനപ്പെല്ലാം നിന്നിട്ട് എന്താക്കി എല്ലാവരും നമ്മളത്തെ മാൻ ഓഫ് മാച്ച്
ഒന്ന് റാഷിക്ക് കിട്ടി, പിന്നെ ഒന്ന് ചെയ്യൂക്ക് കിട്ടി. ഓരോ ഹൗസിന് മാൻ ഓഫ് ദി മാച്ച് ഉണ്ട്. കുറേ അടുത്ത് ജയിച്ചെടുത്ത് അറബിക്കൊന്നും കിട്ടിയിട്ടാണ്. എന്നിട്ട് എന്താക്കി എല്ലാം മേങ്ങി നമ്മ ബാൻഡർ കൊട്ടാൻ കഴിയുമ്പോൾക്ക് 10 ഓർത്ത് വേർതായി +2 +1 10 ഓർത്തും കഴിയിട്ട്. എന്നിട്ട് ബാൻഡറെല്ലാം കൊട്ടേ കാലത്ത് എന്തായി ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഞ്ചുണ്ടോ ഓട്ടൊന്ന് അഞ്ചു ബാക്ക് അമ്മി ഓറെല്ലാം ഉണ്ട്. ജീതുവിനെ വിളിച്ചിനായിരുന്നു ഇതായിട്ട് വരുമായിരുന്നു. ജീതു വന്നിട്ട് അങ്ങനെ ലാസ്റ്റ് വെടി പൊട്ടിച്ച് ആരിപ്പാ ഫസ്റ്റ് ഒരു മൊയിന് മാലവടി ഇങ്ങനെ തിരിച്ച് പൊട്ടിച്ച്. പിന്നെ 2-3 ഗുണ്ട് പൊട്ടി, കുറേ ഗുണ്ട് എറിഞ്ഞിട്ട് പൊട്ടിയിട്ടാണ് തീ കത്തിച്ചിട്ട്. എന്നിട്ട് എന്തായി തീയൽ ഊതുന്നുണ്ടായി. കുറേ തൊട്ട് തീയൽ പോയി നമുക്കെല്ലാം മേക്കടിക്കുന്ന തീ. എന്നിട്ട് ഒരു തീ ഊതാൻ നോക്കുമ്പോൾ മറ്റേ ജോബി ആയിട്ട് തുപ്പടാ തീ അതിനെ തായിട്ട് ബടി വേണ്ടിയിട്ട് ചവിട്ടിയിട്ട് തുപ്പടാ ആയിട്ട് മറ്റേ അയാൾ തുപ്പിച്ച്. എന്നിട്ട് കുറേ ബടി പൊട്ടിച്ചിട്ട് നമ്മൾ പോലീസിന് വിളിച്ചിട്ട് നായല്ലോ അതിനാണ് പോലീസായിട്ട് കുറേ ഒരുമാതിരി പറഞ്ഞായി എന്നിട്ട് പൊട്ടിച്ച്. എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് CI വന്നു. പിന്നെ SI വന്നു ലാസ്റ്റ്. എന്നിട്ട് SI വന്നിട്ട് അങ്ങനെയുള്ള പോയി. പിന്നെ കുറച്ച് തൊണ്ടന്മാർ ബാലക്കാരന്മാർ സ്പോർട്സ് നോക്കാൻ കുറച്ച് ആൾ വന്നില്ല. എന്നിട്ട് എന്താക്കി ഒരു പെണ്ണിനെ വിളിച്ച് നമ്മക്കെല്ലാം കഥ വയ്യാറിഞ്ഞാൽ. എന്നിട്ട് ഓളാക്കി ഇഷ്ടമായി ഓളോട് ഇങ്ങോട്ട് വരാല്ലേ. ഓളെന്താക്കി നേരെ സ്കൂളിൽ വിടുന്ന ടൈമായി ഉപ്പാണ് പോയിട്ടല്ലേ. ഉപ്പ എന്താക്കി ഓളെ ഒരു ആപ്പ പോലത്തെ തൊട്ടിയുണ്ട്. ഫാറൂച്ച് ഇപ്പോൾ പുതിയ വേണ്ടി അങ്ങനത്തെ ഒരു തൊട്ടി തൊട്ടിയില്ല അങ്ങനത്തെ ഒരു തൊട്ടിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വലിയ കളി കളിക്കുന്നിട്ട് അയാൾ പോയി അയാൾക്ക് ചൂടായി മോളോടെ അയാളെ മോളായി അയാൾ കൂട്ടാനിട്ടുണ്ടാവും തൊട്ടിയിൽ. എന്നിട്ട് ഓനില്ല ഓനെന്ത് വയ്ക്കാനായിട്ട് കുറേ പ്രശ്നമായി. എന്നിട്ട് എന്തായി ഞാൻ പിന്നെ ദുർഗാലോ വന്നു 6 മണിൻ്റെ ദുർഗയാണ് ഞാൻ ഫിൻഡോറിലെ പോയി തോന്നിപ്പിയോ. ഞാൻ പിന്നെ 6 മണിൻ്റെ ദുർഗാലോ വന്നു അടയെ കുറേ കാത്തി. പിന്നെ ഇല്ലെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ആളിയിട്ട് വന്നു. ഒരു കമ്പിയില്ല ഉള്ളിൽ നിന്ന് ബാറ്ററിന്ന് അങ്ങനെ എന്തോ ഒരു കമ്പി ഉണ്ട്. അതിലൊന്നും കറക്റ്റ് നിന്നിട്ടുള്ളൂ ഇപ്പോൾ ഡിസ്പ്ലേ. ബാറ്ററിന്നല്ല അതിലെന്തോ കമ്പിയില്ല അതിൽ നിന്നിട്ടുണ്ട് ഇപ്പോൾ ഡിസ്പ്ലേ. ഇന്ന് പോകണമെന്ന് ഇരിച്ചു ഞാൻ മുടി എടുക്കണം, പിന്നെ അത് ഒട്ടിക്കണം, ഫോൺ ഒട്ടിക്കണം, അങ്ങനത്തെ എല്ലാം കഥ വേണം. പിന്നെ എന്താക്കിയിട്ട് പോയിട്ട് പൈസ റെഡി ആയിട്ട് ഗൂഗിൾ പേ ആക്കാലും ഞാൻ ബൈറ്റ് ഒരു 12 മണിയാണ് ഞാൻ പോയിട്ട് മൂട്ട പള്ളിക്കണം. പിന്നെന്തെന്നറിയാം മിഞ്ഞാന്ന് നമ്മൾ പോയി ഇന്നെന്തായിച്ച വ്യാഴാഴ്ച എന്താക്കി നടന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ മജ്ലിസിലത്തെ 2-3 പിള്ളേരുന്നുണ്ട്, 4 പിള്ളുണ്ട്, 2 ഇതിൽ 2 ബാക്ക്. ഞാൻ ആഴ്ചയിൽ 30 ഉണ്ടാവുന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നടന്ന സൈഡിൽ പോയി 2 പെണ്ണുങ്ങൾ ഇതിൽ പോയി കുറച്ച് ബാക്ക് 30 പറഞ്ഞേ. തല നോക്കുമ്പോൾ 30 അങ്ങനെ എൻ്റെ മനസ്സിൽ പേടിഞ്ഞിട്ട് നമുക്ക് അത്ര സന്തോഷമായി. ഓളെ എന്നെ നോക്കി തിരിച്ച് എതിരിൽ ഞാൻ ഫീഷാമിനാ പോകുന്നുണ്ട്. നമ്മൾ മൂടിക്കൊണ്ട് വന്നിട്ട് ബാക്കിൽ നിന്ന് അങ്ങനെ പോയി കുറച്ച് എതിരിൽ പോയി ഓറ നോക്കി ചിരിച്ച് കുറേ എതിരുണ്ട്. എന്നിട്ട് നമ്മളെ നോക്കി തിരിച്ചിടുന്നത് ആ മില്ലല്ലോ ഇല്ല ആ മില്ല് അതിൻ്റെ കുറച്ച് താഴ്ന്നു അതിനെ നോക്കി ചിരിച്ചു പോവാം. അത്ര നമുക്ക് പേടിയാനോ എന്ത് പറയാൻ വാക്കില്ല. നമുക്ക് അത്ര ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് അറിയില്ല അത്ര പിന്നെ നമുക്ക് ജീവൻ 2ാം ക്ലാസ് തൊട്ട് എനിക്ക് ഇഷ്ടമാണ് പറയാം അത്ര ഇഷ്ടം. എന്നിട്ട് ഓളെന്നെ നോക്കി ചിരിച്ചു നമുക്ക് പഠിക്കാനായിട്ട് അതെന്നെ ഓർമ്മയുണ്ടായി. പിന്നെ പിറ്റേന്ന് എന്തായിട്ട് ഉണ്ടാവും എന്നിട്ട് കയ്യെല്ലാം ഇങ്ങനെ മടക്കിയിട്ട് പോയി. ലുക്കാണ് കയ്യെല്ലാം മടക്കി കുപ്പാലെല്ലാം ഇങ്ങനെ എതിരിട്ടിട്ട് പോയി. അപ്പോൾ ഓളെ കാണുന്നില്ല. മറ്റേ PMS വന്നു. ഞാനിട്ട് മജ്ലിസിൽ ഒരു ബെൽത്ത യൂണിഫോം അവർക്ക് വെള്ളിയാഴ്ച അത് മിഞ്ഞാന്ന് വെള്ളിയാഴ്ച ഇന്നെന്താഴ്ച ഇന്ന് ശനിയാഴ്ച ഇന്നലെ എന്നിട്ട് എന്താക്കി ഓള് ബസ്സിൽ ഞാൻ നോക്കിയിട്ടുണ്ടാവില്ല. ഓള് ബസ്സിൽ നീന്നുണ്ട്. അപ്പോൾ നോക്കും ഞാൻ ഇങ്ങനെ തിരിഞ്ഞു ഓളിങ്ങനെ നോക്കി ഓള് എടുക്കുക പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ബാക്ക് മുപ്പിയോക്കെ എന്നെ കണ്ടിട്ടാണ് തോന്നുന്നു. ഓൾ എന്നെ നോക്കി ചിരിച്ചിട്ട് മൈൻഡാക്കിയിട്ട് ഒന്നുമില്ല ഓക്കെ എന്നെ കണ്ടിട്ടാണ്. മുപ്പിൻ്റെ ഓൾ വരാൻ കത്തുണ്ടേ PMS വന്നോളെ കത്തോണ്ടായി. ഓളെ ഇങ്ങോട്ട് മുപ്പിനെ അപ്പം തല ഇങ്ങോട്ടാക്കി ബസ്സിൽ കയറി. എന്നിട്ട് ഓളെ നോക്കി ഓള് നടന്നിട്ട് കുറച്ച് അങ്ങോട്ട് എത്തിനാണ് ഇതെങ്കിൽ കുറച്ച് പേർക്ക് എത്തി നടന്നിട്ട് ഓളെ 2 ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച എന്താ മറ്റേ ബസ് മതിയാക്കിയെന്ന് തോന്നുന്നു. മറ്റേ ബസ് മതിയാക്കിയെന്ന് തോന്നുന്നു. 2 ദിവസമായി ഞങ്ങൾക്ക് കാണുന്ന 2 ദിവസമായി. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് ആരും ഉണ്ടായിട്ടാ ഇവിടെ ഫോൺ ആയിക്കൊണ്ടുണ്ടായി. പിന്നെ കാലത്ത് ആടെ പോയി എടുക്ക് മിഞ്ഞാന്ന് പോയി ആടെ പോയി ചാതുവിനെ വിളിച്ച് പിന്നെ ആടെ വീടിൽ ഒരു ശരി വരുന്നു. പിന്നെ ജീപ്പ് ഓട്ടാൽ ജീപ്പിലേക്ക് പോയി. പിന്നെ ജീപ്പ് കുറേ നേരം ആടെ ഗ്യാറും സ്റ്റാരിങ്ങിൽ തിരിച്ചുകൊണ്ട് ആടെ ഇപ്പം ആരുമില്ല. ഇത്താൻ കുഞ്ഞ് പോയിന്. ഇപ്പം ഇത്താൻ്റെ ഒരു കൊറിയർ വന്നു ഒരു വണ്ടി. ഇപ്പം ഇച്ചെടുക്കോ സ്കൂട്ടിയിൽ പോയിട്ട് അത് വലിയ വണ്ടി തോന്നി ഇത്ത ഓർഡർ ആക്കിനെ. ഇവൻ്റെ ബർത്ത്ഡേ അല്ല മറ്റന്നാൾ 13 12 അതിനുണ്ട്. ഇവൻ കുഞ്ഞ് ആടെയുണ്ട്. വണ്ടി വന്നു ഇച്ച ഉണ്ടാകും വണ്ടി അവൻ്റെ സ്കൂട്ടിയിൽ വെക്കാനില്ല. മൂത്താൻ്റെ ഓർ വരുന്നുണ്ട് കെബീർ ചാട് മനസ്സിച്ചാൽ വരുന്നുണ്ട്. കുറേ പിക്കപ്പിൽ വെച്ച് മറന്നു തീർന്നിട്ടേ
എന്തിനാണ് ഉമ്മാക്കരാത് ഉമ്മ തരാല്ല ഞങ്ങൾക്ക് മാത്രമില്ല ഞങ്ങൾക്ക് തരാല്ലോ ഈ വണ്ടിയാണ് വന്നത് ഇവിടെ കാണിച്ചു കണ്ടു പണ്ടാട്ടി ഞാൻ വലിയ വാങ്ങില്ല വണ്ടിയാണ് കണ്ട വലിയ വാങ്ങിട്ട് വണ്ടി ഒരിക്കലും വരാം മറ്റേ വണ്ടി കാണാൻ ഞാൻ ചവിട്ടിയിട്ടാൻ പോലെ പോലെ മുപ്പിന് സന്തോഷമല്ലോ മുപ്പിനെ വാങ്ങുമ്പോൾ ഞാൻ പിന്നോട് ഞാൻ കഥ കേൾക്കുമ്പോൾ ഓർക്ക് ഓളോട് അസൂയുന്നു ഓളെ വലിയ മൈൻഡാക്കില്ല ഓളെ അങ്ങോട്ട് വലിയ മൈൻഡാക്കില്ല എല്ലാറ്റി അവർക്ക് അസൂയെന്ന് ഓളോട് മനസ്സിലായ അതിനോട് ഓളോട് കേട്ട് നീ ഇന്നും ഓളാകാതേക്കുന്നത് ഞമ്മക്കോളെ തീരെ ഇഷ്ടമില്ല ഉപ്പാടിയുണ്ട് നമ്മളെ സ്കൂട്ടിയിട്ടുണ്ട് എന്നാൽ മറ്റൊന്നൊരു കാർ എടുക്കാൻ കൊണ്ടായി വെണ്ണയിക്കാൻ വേണ്ട ഇവിടെ കുറച്ച് കഴിയുമ്പോൾ പള്ളിക്ക് പോകും വീട്ടിലത്തെ സോപ്പ് ആടിയിട്ട് മറ്റേ സോപ്പ് ആടിയുണ്ട് അത് കീറിയിട്ട് പോയി എന്നിട്ട് കുറേ നേരത്തെ വീഡിയോ എടുത്തിട്ട് പൊളിറ്റിക്സ് ഇപ്പോൾ തിങ്കളാഴ്ച ഈ പരീക്ഷ ഉണ്ടായി തിങ്കളാഴ്ച അല്ല വ്യാഴാഴ്ച ഇംഗ്ലീഷ് ഉണ്ടായി ഏത് പരീക്ഷ തന്നെ അറിഞ്ഞിട്ടാണ് മറ്റന്നാൾ പൊളിറ്റിക്സ് ഉണ്ടായി മറ്റേ ക്രോപ്സ് ടീച്ചർ വന്നത് ഇത് പടം എന്നോ നിങ്ങൾ കോപ്പി അടിക്കുന്ന എല്ലാവരും ചിരിച്ച് ചാവുന്നു മലയാളം അയക്കുന്നു ഇപ്പോൾ 2 ബാച്ച് ഇപ്പോൾ 2 ബാച്ച് അറബി അപ്പുറത്തെ മലയാളം ഇപ്പം ഞങ്ങൾക്ക് താവുമ്മ ഓനെ ഇറങ്ങിയ കൈക്കൊള്ളുന്നുണ്ട് കേട്ടോ കുറേ തച്ച് ബട്ട് പൊട്ടിക്കുന്ന തന്നെ പിന്നെ എന്താ എൻ്റെ ബാക്കിൽ പോയാ ഇതാണ് ഇതാ ഇവാൻ്റെ ബൈയോട്ട് കൊണ്ടുവന്നൊരു പുൽച്ചെടി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി അത് ഉമ്മ ചാടിയിട്ടുണ്ടായി കുജിൽ കൊടുക്കാലത്ത് അതിൻ്റെ പെട്ടി മാത്രം അതിനെ ഞാൻ എടുത്തിട്ട് സെറ്റിൻ്റെ മോട്ടർ ഉണ്ടായി മോട്ടർ എടുത്തിട്ട് വേറെ പെട്ടിയിലിട്ട് ഇത്ര ചാർജ് കുത്തിട്ട് ഇത്ര സാധനം ആക്കി ഹലോ ഹലോ കണ്ട ഹലോ കണ്ട ഇതിങ്ങനെ സെറ്റായി ഇതിൻ്റെ മോട്ടർ ഉണ്ടായി അതിനെടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലിട്ട് അത്ര പിന്നെന്തും ഇവിടെ ബാക്കാവല്ലോ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ബാക്കാക്കോട്ടെ കേട്ടോ അപ്പുറത്തെ കുണ്ടിലുള്ള മീനുകൾ തന്നാത്ത ചത്തിനെ കുറച്ചുകൊണ്ടിട്ട് ഇങ്ങനെ തീറ്റിട്ടുള്ളൂ അപ്പോൾ കുറേ ആയിക്കൊണ്ട് വന്നുണ്ടായി കുഞ്ഞിലിട്ടിട്ട് പിന്നെ നിൽക്കുന്ന ചത്തിരി കാണുന്നേ ബൈ നിർത്തുന്ന എപ്പോഴും നാളെ മുടി എടുക്കാതെ കുറച്ച് നാളെ നിർത്തിക്കണം കുറച്ച് പരിപാടി